KNM ഉംറ സംഘത്തിൻ്റെ 2 അമീറുമാരാണ് ഹിറാ ഗുഹയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. OP നൗഷാദ് മങ്കടയാണ് നമ്മുടെ കൂടെ ഉള്ളത്. OP നൗഷാദ്, നമ്മള് ഈ ജബലുന്നൂറിലെ ഹിറാ ഗുഹയിൽ എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്? ഹിറാ ഗുഹയിൽ നമ്മൾ എത്തുമ്പോൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ അവതീർണമായിട്ടുള്ള പശ്ചാത്തലം തന്നെയാണ്. അതെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വന്ന് ഇരിക്കുകയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വചനങ്ങൾ അവതീർണമാവുകയും ചെയ്ത ആ ഒരു വലിയ ഒരു സംഭവം അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതാണല്ലോ ഈ ഒരു സ്മരണ ഓർത്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ അവതീർണമായ രാത്രി എന്ന നിലയ്ക്ക് ലൈലത്തുൽ ഖദറിനെ നമ്മൾ അനുസ്മരിക്കുന്നത്, ഇത്തികാഫിരിക്കുന്നതും അവസാനത്തെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രവാചകന്റെ ത്യാഗം. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ 760 മീറ്റർ ഉയരത്തിലാണ് ഈ കുന്ന് നിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കുന്ന് കയറിയപ്പോ നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഒരു എന്താ പറയാ ഒരു വികാരം എന്താണ് യഥാർത്ഥത്തിൽ? തീർച്ചയായും ഇത്ര സാഹസപ്പെട്ട് ഇന്ന് ഇത്രത്തോളം സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വളരെ പ്രയാസപ്പെട്ട് എത്രയോ സ്ഥലത്ത് ഇരുന്ന് അതിനിടയിൽ നമ്മൾ വെള്ളം കുടിച്ചും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എത്തിയത് എത്ര പ്രയാസപ്പെട്ടായിരിക്കും. അത്രയും കാലം മുന്നേ ഈ ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറി വരികയും ഇവിടെ ഇരിക്കുകയും മാത്രമല്ല ഓരോ സമയത്തും ഭക്ഷണവുമായിട്ട് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായിട്ടുള്ള ഖദീജ ബീവി ഇവിടെ എത്തിയിരുന്നു എന്നും പറയപ്പെടുന്നു. അതെ, 4 കിലോമീറ്റർ ദൂരമാണ് ശരിക്കും മക്ക ഹറമിൽ നിന്ന് ഇങ്ങോട്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത്രയും ദൂരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായി പ്രവാചകന് സപ്പോർട്ടായിട്ട് ഒരു ദിവസമല്ല, ചരിത്രം പറയുന്നത് 40 ദിവസത്തോളം പ്രവാചകൻ ഇങ്ങനെ ഇരുന്നിരുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ആ പ്രവാചകന്റെയും ഖദീജ ബീവിയുടെയും കുടുംബജീവിതത്തിലെ ഏറ്റവും ഊഷ്മളമായ ഒരു ബന്ധവും ആ ഒരു സ്നേഹവും കരുതലുമാണ് അവിടെ കൃത്യമായിട്ട് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്ന. അതാണ് അല്ലെ, ഖുർആനം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. ആ മഹത്തായ ഖുർആൻ അവതീർണമായ സ്ഥലമാണിത്. പക്ഷെ ഇതിന്റെ പുണ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോ ഒരുപാട് ആളുകൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, പ്രവാചകൻ പഠിപ്പിക്കാത്ത സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവര് വ്യഗ്രത കാണിക്കുന്നു. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? തീർത്തും അതൊരു ബിദ്അത്തായ ഒരു കാര്യം, മുൻ മാതൃകയില്ലാത്ത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് ശേഷം ആരും പിന്നെ ഇങ്ങോട്ട് കയറിയതായിട്ടോ ഇതിന് പ്രാധാന്യം കൽപ്പിച്ചതായിട്ടോ എവിടെയും ചരിത്രത്തിൽ കാണുന്നില്ല. ഇവിടെ ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഉള്ളതായിട്ടും എവിടെയും രേഖപ്പെടുത്തി വെക്കുന്നില്ല. നമസ്കാരങ്ങൾക്ക് മുമ്പേയും പിന്നെയൊക്കെയുള്ള റവാത്തീബ് സുന്നത്തുകളെ കുറിച്ച്, പരിശുദ്ധ റമദാൻ മാസത്തില് പ്രത്യേകമായി തറാവീഹ് നമസ്കാരത്തിന്റെ പ്രോത്സാഹനത്തെ കുറിച്ച് ഇതെല്ലാം പഠിപ്പിക്കുന്ന ഇസ്ലാം പ്രവാചകന്റെ സുന്നത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു നമസ്കാരത്തെ കുറിച്ച് നമുക്ക് ഒരിക്കലും കാണാൻ സാധ്യമല്ല. തീർത്തും ഒരു ബിദ്അത്തായിട്ടുള്ള ഒരു കാര്യം. അതിനു വേണ്ടിയിട്ട് തിരക്ക് കൂട്ടി ത്യാഗം സഹിച്ച് ചില ആളുകളെ കുറിച്ച് പറയാം, ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ച ആളുകൾ. എത്ര സാഹസപ്പെട്ടാണ് അവർ ഇവിടെ വരുന്നത്. അവിടെ വന്ന് ഇതൊരു ഇബാദത്താണ് എന്ന് വിചാരിച്ച്, അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ചതാണ് എന്ന് വിചാരിച്ച്, പുണ്യം ലഭിക്കുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന, നമുക്ക് നന്മയാണ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, അത് പുണ്യമല്ല. അള്ളാഹു റസൂൽ പഠിപ്പിച്ചതും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതും മാത്രമാണ് നമുക്ക് ദീനായിട്ട് അംഗീകരിക്കാൻ. അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും പ്രവാചകന് വഹീ കിട്ടിയതിനു ശേഷം ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്നതായിട്ട് ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയില്ല. പ്രവാചകന്റെ സന്തത സഹചാരിയും സിദ്ദീഖുൽ അക്ബർ എന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ മലയിലേക്ക് കയറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയില്ല. അപ്പൊ ഇതിന്റെ പ്രാധാന്യം അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ ഈ തിക്ക് കൂട്ടി ആളുകൾ നിസ്കരിക്കുന്നത് യഥാർത്ഥത്തിൽ ദീൻ പഠിപ്പിക്കാത്ത കാര്യം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ആളുകളോട് നമുക്ക് പറയാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അതെ, നമ്മുടെ വഴി കാട്ടി, നമ്മുടെ മനസ്സിൻ കുളിരാക്കി, ഖുർആൻ മുഴുവൻ പഠിച്ചറിഞ്ഞാൽ നേടാം സ്വർഗം വരമായി, നേടാം സ്വർഗം വരമായി. യേശുദാസ് പാടിയ വരികൾ, ഹീറാ ഹീറാ ഹിറാ ഗുഹയിലേകനായി തപസ്സിൽ വന്നണയും ജിബിരിൽ വന്നണയുന്നു ഹീറാ ഹീറാ
ലുഹയിലേഖനായി ബീരിൽ വന്നണയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഓർമ്മകൾ അന്തിയിറങ്ങുന്ന ഈ ഒരു കുന്നിൻ മുകളിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതിസാഹസികമാണ് യാത്രയെങ്കിലും സൗദി ഗവൺമെന്റിന്റെ ഒരു ദയ എന്ന് വേണം പറയാൻ. നല്ല സ്റ്റെപ്പുകളൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ഒന്ന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് കയറാവുന്നതാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട് കയറുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മുടെ ഉംറ തീർത്ഥാടകരുമായി വന്ന് ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ കാണുന്ന ബിദ്അത്തുകൾ നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഇതിന് വലിയ ഒരു പുണ്യം, അതായത് ഇവിടെ വന്നതിന്റെ പേരിൽ ഒരു ജമാഅത്തെങ്കിലും ഹറമിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതാണ് നമുക്ക് വലിയ നഷ്ടം എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തള്ളപ്പെടേണ്ടതാണ്, ഒരിക്കലും നാം കൊള്ളേണ്ടതല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് അവന്റെ യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സകല സാഹചര്യവും ഈമാനും സന്മനസ്സും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.